ഇൻ ദ സെൻസ് ഓഫ് മണി ഞാൻ ഒരു പടത്തിലും സ്ട്രഗിൾ ചെയ്തിട്ടില്ല, അതാണ് സത്യം. പക്ഷേ വിഷമിച്ച സിനിമകളുണ്ട്. അത് ഇങ്ങനെയായല്ലോ, അത് ഒന്ന് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ട് പോലും കാണത്തില്ല. ഞാൻ ഇമോഷണലി കണക്റ്റഡ് ആയ ആളാണ്. എൻ്റെ വീട്ടിൽ ഐ ഡോണ്ട് ഹാവ് നോ സിബ്ലിങ്സ്. എനിക്ക് ചേട്ടനോ അനിയനോ അനിയത്തിയോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ വന്ന് കുറേ പ്രാവശ്യം പറയുമ്പോൾ നമുക്കൊരു വിഷമമുണ്ടാകും. അങ്ങനെ ഒരു പയ്യനെ ഞാൻ പരിചയപ്പെടുകയും അവൻ എന്നോട് പുറകെ നടന്ന് എന്നെ കൊണ്ടൊരു സിനിമ ചെയ്യിപ്പിച്ചു. ആ സിനിമ ഞാൻ പേരവസാനം പറയാം. പണം അവൻ പറഞ്ഞ ബഡ്ജറ്റ് കൊടുത്തു. ആ സിനിമ ഞാൻ ചെയ്ത് കഴിഞ്ഞ് ഒരു ദിവസം അവനെ ഞാൻ വിളിക്കുമ്പോൾ അവൻ്റെ റിംഗ് ടൂൺ നീട്ടിയടിക്കുകയാണ്. നീട്ടിയടിക്കുന്ന മീൻസ് അവൻ വിദേശത്താണ്. അവൻ അതിനകത്ത് 2-3 പേരൊക്കെ ആയിട്ട് അവൻ ബാങ്കോക്കിലായിരുന്ന സമയത്ത് കമ്മീഷനൊക്കെ മേടിച്ചു പോയി. തിരിച്ച് ആ പടം വന്നു. ആ പടം ഞാൻ ഇറക്കി. പക്ഷേ എൻ്റെ ദൈവാനുഗ്രഹം കൊണ്ടും നമ്മുടെ പടത്തിൻ്റെ സത്യം കൊണ്ടും അതിൻ്റെ സാറ്റലൈറ്റ് ഡിജിറ്റലൊക്കെ എനിക്ക് വിൽക്കാൻ പറ്റിയതുകൊണ്ട് എനിക്ക് നഷ്ടം വന്നില്ല. പക്ഷെ തിയേറ്ററിൽ വട്ടപൂജ്യമായിരുന്നു. കുംബാരീസ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറക്കിയായിരുന്നു. അതെനിക്ക് ഒത്തിരി സങ്കടം ഉണ്ടാക്കിയൊരു പടമാണ്. പിന്നെ ഞാൻ സെലക്ട് ചെയ്ത് എല്ലാ ആളുകളുടെയും പടം വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ നമ്മുടെ ഗുഡ്വില്ലിൻ്റെ ഷോക്കേസിൽ എല്ലാവരുടെയും പടങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പടവുമായി. അപ്പോൾ അങ്ങനെ ഞാൻ തെരഞ്ഞു പിടിച്ച് ചെയ്ത പടമാണ് വെയിൽ എന്ന് പറഞ്ഞ. അതിനകത്തും സങ്കടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് നഷ്ടമല്ല.